ഈ വീഡിയോയിൽ ഷോർട്ടായിട്ട് കുറേ വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. ഇസ്രായേലിൽ തന്നെ തുടങ്ങുന്നത് നമ്മൾ 3 ബന്ദികളെ വിട്ടയക്കും. ഏതാണ്ട് ആഫ്റ്റർനൂൺ ടൈമോട് കൂടിയാണ് വിട്ടയക്കുന്നത്. അർബൽ യഹൂദ്, അഗം ബർഗർ, ഖാദി മോസസ്. ഈ ഖാദി മോസസ് എന്ന് പറഞ്ഞത് വളരെ സീനിയർ സിറ്റിസണാണ്. ഏതാണ്ട് 80 വയസ്സാകാൻ പോവാണ് പുള്ളിക്ക്. അപ്പോൾ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് ഈ ബന്ദികളായിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ളത്. പേര് വിവരങ്ങൾ ഹമാസ് ഓൾറെഡി തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. സ്റ്റേജ് ഷോയിൽ ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ട്രംപിന്റെ ഈ ഒരു ഏലിയൻ പോളിസി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ ഒരു ഇല്ലീഗൽ എമിഗ്രൻസിനെ പുറത്താക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ ട്രംപ് കൊളംബിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിനടുത്ത് കട്ട കലിപ്പിലാണ് ഉള്ളത്. കുറച്ച് ഇല്ലീഗൽ എമിഗ്രൻസിനെ ഇങ്ങനെ പിടിച്ച് കൊളംബിയയിലോട്ട് അയക്കുകയും കൊളംബിയ രാജ്യം അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള രീതിയിൽ അവർ ആ ഫ്ലൈറ്റ് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് കുറെ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രംപ് ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് ഇപ്പൊ കൊളംബിയ യൂണിവേഴ്സിറ്റി അതിനെയും കൂടെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഉള്ളിൽ ഈ ഒരു ഇസ്രായേലിനെതിരെയുള്ള, അതായത് ആന്റി ജൂവിഷ് ആ ഒരു പ്രക്ഷോഭങ്ങൾ അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. കുറെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ പ്രൊട്ടസ്റ്റുകളും ആർഗ്യുമെന്റ്സും ഡിബേറ്റുകളെല്ലാം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് പഠിച്ച് മര്യാദയ്ക്ക് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഇവിടെ കിടന്നുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിസം, സെക്ടേറിയനിസം ഇമാതിരിയുള്ള പരിപാടിയൊന്നും കാണിക്കരുത്. പ്രത്യേകിച്ച് ആന്റിസെമിറ്റിസം കാണിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആന്റിസെമിറ്റിസം കാണിക്കുന്ന സ്റ്റുഡൻസുകളെല്ലാം പിടിച്ചിട്ട് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ബെൻഗിവർ, ഇപ്പോൾ ഫാർ റൈറ്റ് വിങ്ങിലെ ബെൻഗിവർ പറഞ്ഞിരിക്കുന്നത് ഈ പുറത്ത് വിടുന്ന തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരുടെ പേര്, ഫോട്ടോ ഉൾപ്പെടെയുള്ള അവരുടെ പേര്, അതുപോലെ അവർ ചെയ്ത ക്രൈമിന്റെ ലിസ്റ്റ്, ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഡേറ്റാബേസ് പുറത്തിറക്കണം. ഇത് പബ്ലിക് അവയർനെസ് ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഈ പുറത്തിറങ്ങിപ്പോയ ആൾക്കാർ ഓൾറെഡി തന്നെ പല രീതിയിലുള്ള അനൗൺസ്മെന്റുകളും പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഇസ്രായേലിനെതിരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് ഇതേപോലെ ഒരു ഒക്ടോബർ 7 പോലെ ഇനിയൊരു ദിവസം ഫിക്സ് ചെയ്ത് ഒരു അറ്റാക്ക് നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അലേർട്ട് ആയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പേര് ഉൾപ്പെടെയുള്ള ഫോട്ടോ ഉൾപ്പെടെയുള്ള അവർ ചെയ്ത ക്രൈം ലിസ്റ്റ് ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഡേറ്റാബേസ് പബ്ലിഷ് ചെയ്യണം ഗവൺമെന്റ്. എത്രയും വേഗം തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത് പുള്ളി. ഇല്ലെങ്കിൽ ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട്. ഈ പുറത്തു പോയിരിക്കുന്ന തീവ്രവാദികളെല്ലാം അമ്മാതിരിപ്പെട്ട കൊരവമ്പന്മാരായിട്ടുള്ള തീവ്രവാദികളാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ഒരു ഡിബേറ്റ് വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ കോടതിയും അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. കാരണം ഈ ഒരു ഇമ്മാതിരിപ്പെട്ട ഭീകരവാദികളെ, ഇത് അതായത് ബസ്സിന് പോകുമ്പോൾ വെച്ച് 40-45 ആൾക്കാരെ കൊലപാതകം ചെയ്തവന്മാര്, ഇങ്ങനെ പല പല രീതിയിൽ ഇങ്ങനത്തെ കൊലപാതക കേസിലൊക്കെ ഉള്ള പ്രതികളെ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും തീവ്രവാദ പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതൊരു ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ട് തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ലൈഫ് ടൈം പ്രിസണർ സെന്റൻസ് ഒക്കെ കൊടുക്കുകയാണെന്നുള്ളതാണ്. ഇവർക്കൊക്കെ വധശിക്ഷയാണ് കൊടുക്കേണ്ടത്. ആ രീതിയിലുള്ള ശിക്ഷാവിധികൾ നടപ്പാക്കാൻ ഇവിടെ വകുപ്പില്ല. കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നെസറ്റിനുള്ളിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ചില നിയമങ്ങൾ, അതായത് തീവ്രവാദ നിയമങ്ങൾ, രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ആൾക്കാർ, രാജ്യത്തിന് ഭീഷണിയായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ആ രീതിയിലുള്ള ശിക്ഷാവിധികൾ വേണം നടപ്പിലാക്കാൻ എന്നുള്ള നിലയിലുള്ള ചില അഭിപ്രായങ്ങൾ നെസറ്റിനുള്ളിൽ രൂപപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പരിധി വരെ ശരി തന്നെയാണ്. കാരണം ഈ ഡെമോക്രാറ്റിക് നേഷൻസിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു നീതി കിട്ടുക എന്നുള്ളത് ഒരു വലിയ നീണ്ട പ്രോസസ്സാണ്. കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയറും കൂടിയാണ്. ഹമാസ് പെട്ടെന്ന് ഒരു ജൂവിനെ വധിക്കുന്ന പോലെ ഇസ്രായേലിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അൺലെസ് ഒരു യുദ്ധമാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ യുദ്ധമല്ലാതെ ഇങ്ങനെയൊക്കെ പല പല ക്രൈമുകളിൽ പിടിക്കുന്ന ആൾക്കാരെ അവർ ആ കോടതി പ്രൊസീഡിങ്ങിലൂടെ മാത്രമേ കടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു മാർഗമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ള തീവ്രവാദികളെ നമ്മൾ തീറ്റിപ്പോറ്റി ജയിലിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവരെ തുറന്നു വിടേണ്ട ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തിപ്പെട്ടതെന്നാണ് അവിടെ ഒരു ഡിസ്കഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ ചില കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ ഇന്ത്യ-ചൈന റിലേഷൻഷിപ്പ് നമ്മൾ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ അത് ഫാർ ബെറ്റർ ആയിട്ട് പോകുന്ന രീതിയിൽ എവറി ഡേ മെച്ചപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങളും ഡിസ്കഷൻസും ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ വിക്രം മിശ്രി നമ്മളുടെ ഡിപ്ലോമാറ്റ് ചൈനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൈനയിൽ ആ ഒരു ഡിസ്കഷൻസ് ഒക്കെ നടന്നു. 3 കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്തത് പ്രധാനമായിട്ട്. അതിലെ നമ്പർ 1 ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ. ചൈനയ്ക്കും ഇന്ത്യക്കും തമ്മിൽ ഇപ്പം ഫ്ലൈറ്റ് സർവീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം പ്രത്യേകിച്ചും എയർ ഇന്ത്യയുടെ സർവീസ് ഏതാണ്ട് പെർ മന്ത് ഒരു 500-ലധികം ഷട്ടിൽസ് ചെയ്തുകൊണ്ടിരുന്നതാണ് എയർ ഇന്ത്യ. അത് ഇപ്പൊ തൽക്കാലം കോവിഡിന് ശേഷം 2020 ശേഷം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് റീലോഞ്ച് ചെയ്യാനുള്ളതിന്റെ ഡിസ്കഷൻസും അതിനെ ചൊല്ലി ചൈന ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇതുവരെ അതിനകത്തൊരു ധാരണയായിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ, ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പിൽഗ്രിം വിസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാർക്ക് ഈ ടിബറ്റ് മേഖലയിൽ വിസിറ്റ് ചെയ്യാനും, ടിബറ്റിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് മൊനാസ്ട്രികൾ, അതേപോലെ തന്നെ ഈ കൈലാസ് മാൻസറോവർ ആ ഒരു ട്രിപ്പ്, ഇതേപോലെ കാര്യങ്ങളൊക്കെ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസ്കഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. ഈ ഒരു കൈലാഷ് മാൻസറോവർ ആ ഒരു ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു രണ്ടുപേരും തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈനയും ഇന്ത്യയും തമ്മിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ചൈന വളരെ ഈ ഒരു ക്രൂക്കഡ് മൈൻഡാണ് ഉപയോഗിക്കുന്നത്. ലഡാക്കില് ഡെംചോക്, ദബ്സാങ് ഈ ഒരു 2 ഏരിയയിൽ നിന്ന് അവര്
ഡിസെൻഗേജ്മെന്റ് ചെയ്തെങ്കിലും ബാക്കിയുള്ള ബോർഡർ ലൈനിലെല്ലാം തന്നെ അവർ നിൽക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ചൈന ഒരു സൈഡിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ വേണം എന്ന് ആഗ്രഹിക്കുകയും അതേസമയം മറ്റൊരു സൈഡിൽ ഇന്ത്യക്ക് പണി തരികയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ മൊമെന്റ് വരെ ഇത് തന്നെയാണ് അവസ്ഥ. എന്നിട്ടാണ് ചൈന എപ്പോഴും പറയുന്നത് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തണമെന്ന്. ചൈന നൈസായിട്ട് ഈസ്റ്റ് ലഡാക്കൻ ഭാഗത്ത് മിലിറ്ററി ബേസുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. OCയുടെ തൊട്ടടുത്തായിട്ടാണ് പണിയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ചില ഇരട്ടത്താപ്പുകൾ ചൈന അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചൈനയെ നമ്മൾ മുഖവിലേക്ക് എടുക്കാത്തതും ഒരു വിശ്വാസത്തിലെടുത്ത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതും. ഇതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകിടം മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ചൈന തന്നെയാണ് ഇതിന്റെ കാരണം. അപ്പം ജനുവരി 26-ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഏതാണ്ട് 450 മില്യന്റെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഷോർട്ട് റേഞ്ച് ബ്രഹ്മോസ് മിസൈലാണ് അവർ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെ അവർ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയർ, നമ്മുടെ INS വിക്രാന്ത് പോലത്തെ ഇതേപോലത്തെ നമ്മൾ ഇൻഡിജിനിയസ് ആയിട്ട് ബിൽഡ് ചെയ്ത ആ ഒരു എയർക്രാഫ്റ്റ് ഫ്ലീറ്റുകളിലാണ് അവർ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഇന്ത്യയിൽ തന്നെ ഇത് പണി കഴിപ്പിച്ചാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം കൂടെ പുള്ളി ഷെയർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ആ ഒരു കരാറും കൂടെ ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഒരു മിലിറ്ററി പരേഡ് ട്രെയിനിങ് നടത്തുന്നുണ്ടായിരുന്നു ഇന്ത്യൻ മിലിറ്ററി. അത് ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിന് ഒരു അലേർട്ട്, ഒരു വാർണിംഗ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു മിലിറ്ററി പരേഡ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി മോബ് ഡ്രില്ലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത രാജ്യത്തിന് ഒരു അലേർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. കാരണം ഈ തൈവാന്റെ ബോർഡറിൽ എപ്പോഴും ചൈന പോയി കാണിക്കുന്ന ഒരു പരിപാടിയില്ല. അതുപോലെ തന്നെയാണ് ഒരു ടാക്ടിക്സ്, പവർ ടാക്ടിക്സിന്റെ ഭാഗമായിട്ടാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. അവിടെ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന ബിൽ ക്ലിന്റൺ, ഹിലരി ക്ലിന്റൺ അവരുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായിട്ട് തുടർന്നിരുന്ന ഈ ഡൊണാൾഡ് ലൂ, അയാളാണ് ബംഗ്ലാദേശിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ വന്നു പോയിരുന്നത്. ഈ ഡൊണാൾഡ് ലൂ എന്ന് പറഞ്ഞ വ്യക്തി അത്ര വലിയ ക്ലിയർ ഹാൻഡ് ഒന്നുമല്ല. അയാൾ പല സ്ഥലത്തും പല രീതിയിലുള്ള ഉഡായ്പകളും നടത്തുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇത് പറയാനുള്ള കാര്യം വെച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇലക്ഷൻ നടക്കുന്നെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടികളെ പോയി കാണുക. ഈ ഡൊണാൾഡ് ലൂ ഇതേപോലെ ചെന്നൈയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി, അതായത് ഈ ഡൊണാൾഡ് ലൂ അതുപോലെ കുറച്ച് ടീമുകൾ വന്നിട്ട് ചെന്നൈയിൽ ലാൻഡ് ചെയ്തിട്ട് DMK പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ഈ ഒരു MK സ്റ്റാലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ട് സംസാരിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ പറയുന്നത് പല രീതിയിലുള്ള വേറെ റീസൺസ് ആണ് പറയുന്നത്. പക്ഷെ അതിന്റെ പുറകിലുണ്ടായിരുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3ാം തവണയും മോദി വരുന്നതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ടാണ്. അതായത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ഒട്ടും താല്പര്യമല്ല എന്നുള്ളതാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജോ ബൈഡൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനൊത്തല്ല പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടേതായിട്ടുള്ള ചില ഓൺ പോളിസികളുണ്ട്, അതിനനുസരിച്ചാണ് അവർ നീങ്ങുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഓൾറെഡി ഡീപ് സ്റ്റേറ്റുകളെല്ലാം അവിടെ വാരിയെടുത്ത് തൂത്തുപറക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ഓൾഡ് സീക്രട്ട് ആയിട്ടുള്ള ഫയലുകളെല്ലാം പുള്ളി ക്ലാസിഫൈഡ്സ് എല്ലാം ഡീക്ലാസിഫൈ ചെയ്ത് പല കാര്യങ്ങൾ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കേസ് സ്റ്റഡിയിലും ഓരോ വീഡിയോ ചെയ്യേണ്ടി വരും. ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെയാണ് ജോൺ F. കെന്നഡി തൊട്ടുള്ള വിഷയങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ BSF-ഉം ബംഗ്ലാദേശ് ബോർഡർ ഗാർഡും ഈ 2 ടീമുകളും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ച ഫെബ്രുവരി മാസം 17-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ന്യൂഡൽഹിയിൽ വെച്ചായിരിക്കും ഈ ഒരു മീറ്റിംഗ് നടക്കുക. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ അൺറിസോൾവ്ഡ് ഏരിയാസ് ഉണ്ട്. ഈ ഒരു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ചില ഡിസ്പ്യൂട്ടഡ് ബോർഡർ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ ചില ബോർഡർ ഇടാൻ പറ്റാത്ത ഏരിയാസ്, ചില ആറ്റുവരമ്പുകൾ, അങ്ങനെ ചില റിവർ ഏരിയാസ് ഒക്കെ ഉണ്ട്. ആ ഏരിയാസിലൊക്കെ ഉള്ള ഫെൻസിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകളും അവിടെ എങ്ങനെയാണ് ബോർഡർ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റിസൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടത്തുന്നത്. ട്രംപ് എലോൺ മസ്കിന്റെ അടുത്ത് ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട്. ആ കമന്റ് വേറെ ഒന്നുമല്ല, സ്പേസ് എക്സ് മൂലം എത്രയും വേഗം സുനിത വില്യംസ് ആൻഡ് ബാരി വിൽമോർ ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ മാസം 2024 ഏതാണ്ട് 8 ദിവസത്തെ സ്പേസ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോയതാണ്. ഇവർ പോയത് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞ ആ ഒരു സ്പേസ് ഷട്ടിലാണ് ഇവർ പോയത്. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് ഇവർ പോയ ഷട്ടിലിൽ തന്നെ ഇവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഒരു 8 ദിവസത്തെ സന്ദർശനം നീണ്ട് മാസങ്ങളോളം നീണ്ടു 1 വർഷം എടുക്കാൻ പോവാണ്. 8 ദിവസത്തിന് വേണ്ടി പോയ ട്രിപ്പ് ഏതാണ്ട് 8 മാസങ്ങൾ കഴിഞ്ഞ് 9ാം മാസത്തിലേക്ക് അടുക്കുകയാണ്. കാരണം ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഓൾറെഡി തന്നെ നാസ പറഞ്ഞിട്ടുണ്ട് മാർച്ച് 2025 അവരെ കൊണ്ടുവരാൻ പറ്റൂ, ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ട്രംപ് കയറി ഇങ്ങനെ ഒരു ഗോൾ അടിക്കുന്നത്. ഡ്രാഗൺ ക്രൂ എന്ന് പറഞ്ഞ സ്പേസ് എക്സിന്റേതായിട്ടുള്ള ആ ഒരു ഷട്ടിലായിരിക്കും ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളത്. അപ്പൊ ഇവർക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് വെച്ചാൽ ചില പ്രൊസീജിയറുകൾ ഉണ്ട് അതിനകത്ത്. കാരണം ഇവരുടെ സ്പേസ് സ്യൂട്ട് ഇത് ബോയിങ് കമ്പനിയുടെയും ആ ഒരു സ്പേസ് ക്രാഫ്റ്റിലും ട്രാവൽ ചെയ്യാൻ പാകത്തിനുള്ള സാധനമാണ്. പക്ഷെ അതേസമയം ഇപ്പൊ ഇവര് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിലാണ് ഇപ്പൊ ഇവർ തിരിച്ചു വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊത്തതായിട്ടുള്ള സ്പേസ് സ്യൂട്ട് ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ പ്രിപ്പയർഡ് ആണ്. പിന്നെ ഇതിനകത്ത് ചില ഫൈനാൻഷ്യൽ ഡീലിംഗ്സ് ഉണ്ട്. കാരണം ഈ ഒരു ബോയിങ് എന്ന് പറഞ്ഞത് വേറെ കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ ഇനീഷ്യൽ പേയ്മെന്റ്സും കാര്യങ്ങളെല്ലാം അവരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പേയ്മെന്റ് ശരിക്കും
സ്പേസ് എക്സിലോട്ട് വരേണ്ടതുണ്ട്, എലോൺ മസ്കിന്റെ കമ്പനിയിലോട്ട് വരേണ്ടതുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ ഇതിനകത്ത് സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മാർച്ച് 2025 ഇവർക്ക് ഏറ്റവും ഫൈനൽ ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രംപ്, നെതന്യാഹു, മോദി ഈ ഒരു അച്ചുതണ്ട് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുകയാണ്. കാരണം ട്രംപ് പൊസിഷനിൽ വന്ന ഉടനെ ഈ സൗദിയിലെ ക്രൗൺ പ്രിൻസ് MBS പുള്ളി പെട്ടെന്ന് തന്നെ ഒരു 600 ബില്യൺ ഞാൻ 4 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിനെ ടെംപ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇയാളുടെ റഷ്യയിൽ നിന്ന് വെപ്പൺ മേടിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കായിരുന്നു. പക്ഷേ ട്രംപ് ആ ഒരു തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡീപ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ പെർ ഡേ 800 മുതൽ 1000, 1500 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലീഗൽ എമിഗ്രന്റ് ആയിട്ടുള്ള ആൾക്കാരെ. കാണുന്നവനെല്ലാം പരിശോധിക്കുകയാണ്. പേപ്പർ ഡോക്യുമെന്റ് ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് പൊക്കി അകത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടാണ്. പിന്നെ ഐഡിയും കാര്യങ്ങളൊക്കെ ഫാമിലീസ് ഒക്കെ കൊണ്ടുവന്ന ഐഡിയും പാസ്പോർട്ടൊക്കെ കാണിച്ചാണ് കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ ഇല്ലീഗൽ മൈഗ്രന്റിനെ മൊത്തം പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൂടാതെ തന്നെ ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊളംബിയ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആന്റൈ സെമറ്റിക് ഇസ്രായേൽ അഥവാ യഹൂദർക്കെതിരെ കൊടി ഉയർത്തുന്ന കംപ്ലീറ്റ് ആൾക്കാരെയും പൊക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഇന്ന് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ വളരെ തകൃതിയായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ സൗദി അറേബ്യയെ ഓടിച്ചെന്ന് വിസിറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലല്ല ട്രംപ് അവിടെ ഇരിക്കുന്നത്. 28 മോദിയും ട്രംപും തമ്മിൽ ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ നടത്തിയതിൽ വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷനാണ് നടത്തിയത്. ഏതാണ്ട് 30 to 45 മിനിറ്റ്സ് ആണ് ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ പല വിഷയങ്ങൾ അതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ പ്രൈം മിനിസ്റ്റർ മോദി അമേരിക്കയിൽ പോകുമ്പോഴത്തേക്കും അതിനകത്ത് 2-3 വിഷയങ്ങൾ ചർച്ചയാവും. അതിൽ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇല്ലീഗൽ എമിഗ്രന്റ് ആയിട്ടുള്ള ആൾക്കാർ, ഏതാണ്ട് 18,000 മുതൽ 20,000 ആൾക്കാരുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ എന്തായാലും ട്രംപിന്റെ അടുത്ത് പോസിറ്റീവായിട്ട് തന്നെ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഇല്ലീഗൽ എമിഗ്രന്റിനെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കും, അതിന് യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫർമേഷൻ, ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രംപ് ഇന്ത്യൻ ഇല്ലീഗൽ എമിഗ്രന്റിന്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ അതുകൂടാതെ ഒരു വിഷയം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ത്യൻ ഇല്ലീഗൽ എമിഗ്രന്റിനെ തിരിച്ച് അമേരിക്കയിൽ ലീഗലായിട്ട് വിസ എടുത്ത് പോകാനുള്ള സാധ്യതയും ഒരുങ്ങും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ ഒരു ഓപ്ഷൻ, ഇന്ത്യക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഡീപ്പോർട്ടേഷൻ ഇന്ത്യക്ക് നടപ്പാക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യയാണ് ഫസ്റ്റ് കൺട്രി അഗ്രി ചെയ്തത് ഇല്ലീഗൽ എമിഗ്രന്റിനെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നത്, വളരെ ശക്തമായി തന്നെ പിന്തുണ നൽകിയതാണ് ട്രംപിന്. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്ത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇടാൻ പോകുന്ന ഡ്യൂട്ടി അഥവാ താരിഫ്, ഈ ഒരു താരിഫിനെ കുറിച്ചുള്ള ഡിസ്കഷൻ മസ്റ്റായിട്ട് ഉണ്ടാവും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളെയും താരിഫ് ഇട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അവരുടെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റാൻ, അതായത് അവരുടെ സെക്കൻഡറി മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റാൻ താല്പര്യമുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പൊ അതിന് അവർ എടുത്തിരിക്കുന്ന പോളിസി എന്ന് പറഞ്ഞാൽ China +1 എന്നുള്ള പോളിസിയാണ്. ഒരുപാട് അമേരിക്കൻ കമ്പനികൾക്ക് ചൈനയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ അത് ഒരുപാട് കമ്പനികൾക്ക് മെയിൻ ബ്രാഞ്ച് തന്നെയാണ് ചൈനയിലുള്ളത്. അപ്പൊ അതിൽ നിന്നും +1 എന്ന് പറയുന്നത് ചൈനയ്ക്ക് പുറമെ ഒരു ബ്രാഞ്ച് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ട് ഇന്ത്യയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ബാക്കിയുള്ള മിക്കവാറും രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇവർ താരിഫ് കൊടുക്കാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. അത് പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനി അമേരിക്കയിൽ നിന്ന് വെളിയിലാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പം ഇന്ത്യക്ക് താരിഫ് വരാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് ഒരു വാർത്ത ഇപ്പൊ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ആപ്പിൾ കമ്പനി ഏറ്റവും കൂടുതൽ കമ്പോണന്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ കല്യാണി ഗ്രൂപ്പ്സ് ഭാരത് ഫോർജ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ആപ്പിളിന്റെ കമ്പോണന്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ പ്രോഡക്ട്സിന്റെ, അപ്പൊ അത് എന്താണ് ഇതിന്റെ സൂചന എന്ന് പറഞ്ഞാൽ, ഓൾറെഡി തന്നെ ആപ്പിൾ കമ്പനിക്ക് കൃത്യമായിട്ട്, ആപ്പിൾ എന്ന് പറയുമ്പോൾ അറിയാലോ അമേരിക്കയിൽ 1 ഓഫ് ദ ലീഡിംഗ് കമ്പനിയാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇന്ത്യക്ക് താരിഫ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് പകരമായിട്ട് 2-3 കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ ലിസ്റ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ, നമ്പർ 1, ട്രംപും മോദിയും സംസാരിക്കുമ്പോൾ ഒരു ആയുധ കരാർ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു ആയുധം മേടിക്കാനുള്ള എഗ്രിമെന്റ് ട്രംപ് മോദിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കും, ഉറപ്പ്. നമ്പർ 1 ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. 2, ഈ ഒരു ഇല്ലീഗൽ എമിഗ്രന്റിനെ തിരിച്ചെടുക്കാനുള്ള പ്രൊസീഡിങ്സ്, ഇതിന്റെ കാലപരിധി, ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻസ് തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട്. 3, ക്വാഡ് എന്ന് പറഞ്ഞൊരു സഖ്യമുണ്ട്. ക്വാഡ്, ഇൻഡോ പസഫിക് മേഖലയിൽ ഏറ്റവും ശക്തിപ്പെടുന്ന രീതിയിൽ ചൈനയ്ക്കെതിരെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ക്വാഡ് സഖ്യം, അത് വളരെ ശക്തി ആർജിക്കേണ്ടതുണ്ട്. അതിന്റെ ആവശ്യകത ഊന്നി പറയുന്നതായിരിക്കും. അതിൽ ഇന്ത്യ ഇനി ചെയ്യാൻ പോകുന്ന കോൺട്രിബ്യൂഷൻസ്, ജോയിന്റ് മിലിറ്ററി ആക്ഷൻ ആയിക്കോട്ടെ, എന്താണ് അതിനകത്ത് ചെയ്യാൻ പോകുന്ന ഫർദർ ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുറെ പ്രോഡക്ട്സുകൾ സപ്ലൈ ആവുന്നുണ്ട്. അതിൽ ചില പ്രോഡക്ട്സിനൊക്കെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഏതാണ്ട് 100% അവർക്ക് ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് ഇന്ത്യ. നമ്മൾ അങ്ങോട്ട് താരിഫിനെ കുറിച്ച് ഇത്രമാത്രം നമ്മൾ വറീഡ് ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ടുള്ള താരിഫിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ചില സാധനങ്ങൾ, ചില അമേരിക്കൻ പ്രോഡക്റ്റിനൊക്കെ ഇന്ത്യക്കുള്ളിൽ
ഇറക്കുമതി ചെയ്യാൻ ഏതാണ്ട് 100% താരിഫ് സ്റ്റിൽ ഇന്ത്യ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെഗോസിയേഷന്റെ സാധ്യത വരുന്നുണ്ട്. ചില താരിഫുകളൊക്കെ എടുത്ത് കളയാനുള്ള റിക്വസ്റ്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും. പിന്നെ അടുത്ത് എയിം ചെയ്യാൻ പോകുന്നത് ISRO, ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാംസ്, ഇന്ത്യയിലുള്ള സ്പേസ് പ്രോഗ്രാംസ്. കാരണം ഇന്ത്യക്കുള്ളിൽ ഏറ്റവും കൂടുതൽ സ്ലോട്ട് അമേരിക്കയ്ക്ക് കൊടുക്കേണ്ട ഒരു സാധ്യത വരും എന്നാണ് തോന്നുന്നത്. കാരണം ISRO എന്ന് പറഞ്ഞാൽ ഈ സ്ലോട്ട് ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ISRO ബിസിയാണ്. കാരണം നമ്മളാണ് ഏറ്റവും ചീപ്പർ കോസ്റ്റില് സ്പേസിലേക്ക് നമ്മൾ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ അഥവാ സാറ്റലൈറ്റുകൾ നമ്മൾ ഓർബിറ്റിൽ എത്തിക്കുന്ന, വളരെ ചീപ്പർ കോസ്റ്റിൽ ഓർബിറ്റിൽ നമ്മളാണ് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ ISRO ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അടുത്ത് പാകിസ്ഥാനെ കുറിച്ച് ഒരു വാർത്തയുണ്ട്. പാകിസ്ഥാൻ സീപക് കോറിഡോർ, ആ ഒരു കോറിഡോർ പ്രോജക്റ്റുമായിട്ട് കിടന്ന് ഇഴയാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ബന്ധത്തില് ചില വിള്ളലുകൾ ഏർപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ ഒരു വക്കാൻ കോറിഡോറെ ചൊല്ലി ചെറിയൊരു താക്കീത് ചൈന കൊടുത്തിരുന്നു പാകിസ്ഥാൻ. ആ വക്കാൻ കോറിഡോറെ ക്യാപ്ചർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അത് പാകിസ്ഥാൻ അത്ര പിടിച്ചില്ല, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആർമിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ഒരു ബാലൻസ് ലെവലിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അഫ്ഗാൻ ത്രൂ ചൈനയ്ക്ക് വേറൊരു സൈഡിലുള്ള ബിസിനസ് റൂട്ട് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ആ ഒരു ബന്ധവും അങ്ങനെ മുറിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പാകിസ്ഥാൻ എപ്പോഴും തിരിഞ്ഞു കൊത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടേതായിട്ടുള്ള സ്വഭാവം ചിലപ്പോൾ കാണിക്കും. നിയന്ത്രണം വിട്ട് ചൈനയ്ക്കുള്ളിൽ കയറി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലൊക്കെ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചൈന അഫ്ഗാനിസ്ഥാനെ ഒരു ബാലൻസിൽ നിർത്തുന്നത്. താലിബാൻ നയിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് ചൈനയുടെ ഈ ഒരു ഇടപെടൽ പാകിസ്ഥാനെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും ഈ ഒരു സീപക് കോറിഡോറിനെ ചൊല്ലി തർക്കം മുറുകുന്നു എന്നുള്ളതാണ്. പിന്നെ ISRO ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ, അതായത് ഇന്ത്യ സ്വന്തമായിട്ടൊരു GPS നാവിക് സിസ്റ്റം NVS-02 എന്ന് പറഞ്ഞ ആ ഒരു സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിച്ചിരിക്കുകയാണ്. സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓർബിറ്റിൽ വളരെ സക്സസ്ഫുള്ളി എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഇന്ത്യക്ക് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള നാവിക് സിസ്റ്റം അഥവാ നമ്മൾ ഇന്ത്യയുടെ ഓൺ GPS ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വർക്ക് ആകുന്നതായിരിക്കും. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് സറൗണ്ടിങ്ങിൽ 1500 കിലോമീറ്ററുകൾ കവറേജ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു ഫെബ്രുവരി 1st വീക്കിൽ നെതന്യാഹു ട്രംപ് മോദി മീറ്റ് ചെയ്യും. US വെച്ചിട്ട് വാഷിംഗ്ടണിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യും. പ്രാഥമികമായിട്ട് ഈ ഒരു രണ്ടുപേരെയും ട്രംപ്, ഇസ്രായേൽ, ഇന്ത്യ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ആ ഒരു പോളിസിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയുള്ള നയങ്ങൾ അതിനനുസരിച്ച് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇവർ രണ്ടുപേരെയും തന്നെ കാണുന്നത്. കാരണം ഒരുപാട് പ്രോജക്റ്റുകൾ ഇന്ത്യ ഇസ്രായേൽ തമ്മിൽ പെൻഡിങ്ങിലുള്ളതാണ്. അതിലൊന്നാണ് ഈ ഒരു മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രോജക്റ്റുകൾ പെൻഡിങ്ങിലുണ്ട്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളതിനെ കുറിച്ച് അടുത്ത ഒരു ഗ്ലോബൽ ലൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചർച്ചയാണ് ഇതിവിടെ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അത് കൂടാതെ തന്നെ മുംബൈ താജ് ഹോട്ടൽ അറ്റാക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മുംബൈ താജ് ഹോട്ടൽ അറ്റാക്കിന്റെ സൂത്രധാരനായിട്ടുള്ള ടഗാവൂർ ഹുസൈൻ റാണ എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാൻ ഒറിജിൻ ആയിട്ടുള്ള കനേഡിയൻ സിറ്റിസൺ ആയിട്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ USA നിന്നും എക്സ്ട്രാഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നമ്മളുടെ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ വർക്ക്സ് അതിവേഗം മുന്നോട്ട് പോവാണ്. ട്രംപ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ വെച്ച് പൊറപ്പിക്കുന്ന ഒരു ഏർപ്പാടും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ വളരെ സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇവൻ വീണ്ടും കോടതിയിൽ പെറ്റീഷൻ ഇട്ട് എനിക്ക് US തന്നെ സ്റ്റേ ചെയ്യണം, എന്നെ ഇന്ത്യക്ക് കൊടുക്കരുത് എന്നുള്ള നിലയിലുള്ള പല രീതിയിലുള്ള അടവുകളും കാണിച്ചു. പക്ഷെ ട്രംപ് വിജയിച്ച പിറ്റേ ദിവസം കോടതി ഇവന്റെ പെറ്റീഷൻ സ്ക്വാഷ് ചെയ്ത് കളയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ഇവന്റെ എക്സ്ട്രാഡിഷൻ പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ പേപ്പർ വർക്ക്സ് വളരെ വേഗത്തിൽ ചെയ്യാണ്. ഈ മോദി പോകുന്നതിനോടൊപ്പം തന്നെ ഒരു ടീം ഇതിനു വേണ്ടി USA ട്രാവൽ ചെയ്യാണ്. മിക്കവാറും ആ ഒരു ടൈം ലൈനിൽ തന്നെ ഇവന്റെ ഈ ഒരു തഹാവൂർ റാണ എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദിയെ നമ്മൾ പാകിസ്ഥാനിയായിട്ടുള്ള ഈ ഒരു തീവ്രവാദി ഇവൻ ഏർപ്പാടാക്കിയ ആ ഒരു 10 പേരടങ്ങുന്ന ഒരു സംഘം പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത് താജ് ഹോട്ടലിൽ. അതിൽ അജ്മൽ കസബ് എന്ന് പറഞ്ഞ അവനെയൊക്കെ പിടിച്ച് നമ്മൾ തൂക്കിക്കൊന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കേസിൽപ്പെട്ട ഈ ഒരു തഹാവൂർ റാണ എന്ന് പറഞ്ഞ ഈ ഒരു സുപ്രധാന വ്യക്തി, അപ്പൊ ഇവൻ എന്തായാലും ഇന്ത്യക്കുള്ളിൽ വരികയും ഇവൻ ഇന്ത്യയുടെ ജഡ്ജ്മെന്റിന് വിധേയമായി. അപ്പൊ എന്തായാലും ഇവനെ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ പൂട്ടും. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുവിധം എല്ലാ വിഷയങ്ങളും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.